ആ നേരത്തെ ഒരു കവിത പാടിത്തരാമെന്ന് പറഞ്ഞു. കവിത ആ കവിത പാടാം. അപ്പോ കവിത ഒന്ന് പാടാം. ഇരുമയാണെങ്കിലും ഞങ്ങളല്ലേ എൻ്റെ ഇവൻ്റെ ജീവനല്ലേ. ഇതെന്റെ സഹധർമ്മിണി, എൻ്റെ ജീവന്റെ ജീവനാണ്. അത് എൻ്റെ അമ്മാവിൻ്റെ മകളാണ്. ഞങ്ങൾ ഇരുമയാണെങ്കിലും ഞങ്ങൾ ഒറ്റക്കരളാണ്. ഇങ്ങനെയാണ് ഞങ്ങളുടെ ജീവിതം. ഞങ്ങൾക്ക് ഇപ്പോൾ മറ്റു കുഴപ്പങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ദൈവത്തിനോടും നന്ദി പറയാണ്. എൻ്റെ സഹധർമ്മിണിയാണ്. ഫോർത്ത് ഇന്ത്യയിൽ സിംഗപ്പൂർ, ക്രാഞ്ചി, ആർമിയിലാണ് എൻ്റെ ജോലി. അന്വേഷണത്തിൽ പോകാറുണ്ട്. അവിടെയായിരുന്നു എൻ്റെ ജോലി. ഞാനങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അന്ന് സിംഗപ്പൂരിൽ നമ്മുടെ ഒരു അടിയൻ വന്നായിരുന്നു. അയാളെ കണ്ടപ്പോൾ നല്ല ഡ്രസ്സ് നോട്ടി വന്നപ്പോൾ നല്ല മണം. അത് കണ്ട് ഞാൻ എൻ്റെ അമ്മ എനിക്ക് സിംഗപ്പൂരിൽ പോകണമെന്ന്. പിന്നെ ഇയാൾ സിംഗപ്പൂരിൽ പോയിട്ടുണ്ട്. എന്നാലും അമ്മ ഒരു കവിതയില്ലേ, ചെന്നിട്ട് കുണ്ടികിണറ്റ് അവളെ കുഞ്ഞിനെ കുന്നിന് മോളിൽ ചാടാ പോകും. അമ്മ ഇപ്പോൾ അതൊന്നും നടക്കത്തില്ല. അതൊക്കെ നിൻ്റെ ആഗ്രഹം, അതൊന്നും നടക്കത്തില്ല കുഞ്ഞെ, നീ അങ്ങനെ ഒന്നും ശ്രമിക്കണ്ട. എന്നിട്ട് പ്രായമായപ്പോൾ ഞാൻ പോയി. എനിപ്പോട്ട് പ്രായമായപ്പോൾ ഞാൻ പോയി. അന്ന് ഡെയിലി ശമ്പളമാണ്. അത് $1 $2 ശമ്പളമാണ്. ഇവിടുത്തെ 3 രൂപയിൽ കൂടുതലുണ്ട് ഒരു ദിവസത്തെ ശമ്പളം. അതാണ്. പിന്നെ സ്വാതന്ത്ര്യ സമരകാലത്ത് ഈ പോലീസുകാരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ശല്യമോ പ്രശ്നങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ? പോലീസ് വന്നാൽ ചെന്ന് കുട്ടിക്കാരൻ ഞങ്ങൾ കണ്ടാൽ എല്ലാവർക്കും പേടി. പോലീസ് വരുന്ന മുറിക്കകത്ത് കയറി കഥ പറഞ്ഞിരിക്കുക. പോലീസൊക്കെ വരും. അത്രയൊക്കെ അങ്ങനെ ഒരു കാലമായിരുന്നു ആ കാലം. പോലീസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പേടിയാണ്. ചെറുപ്പക്കാരല്ല പിള്ളേർക്ക് അതിനേക്കാളും പേടിയാണ്. എന്ത് ചെയ്യാനാണ്? അന്നത്തെ കാലമാണ്, അന്നത് യോജിച്ച കാലം. ഇന്നതല്ല. ഇന്ന് പോലീസ് വന്ന ആളുകളെ നല്ലതായിട്ട് വെച്ചിരിക്കുമ്പോൾ ഒളിക്കത്തൊന്നുമില്ല. രാജഭരണമാണോ അതോ ബ്രിട്ടീഷുകാരുടെ ഭരണമാണോ ഇന്നത്തെ ജനാധിപത്യമാണോ ഏറ്റവും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്? ഭരണം ജനാധിപത്യം അതല്ലേ നല്ല ഭരണം. ബ്രിട്ടീഷ് ഭരണം തന്നെ അക്രമമല്ലേ. അത് ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പോൾ അക്രമം, വെടിയപ്പ്, അടി, കൊല്ലം. ജനകീയ ഭരണം വരുമ്പോൾ എന്നല്ല ഒറ്റും കുത്തും അടിയും പോകുന്നുവല്ലോ. അത് ബ്രിട്ടീഷ് ഭരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ സമ്പത്തെല്ലാം അവരെ കൊണ്ടുപോയി ഇവിടുത്തെ പൈസ ചിലവാക്കും. ഇന്നതല്ലല്ല. ഇന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടി. ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇന്ന് ജനങ്ങൾക്ക് പേടിയില്ല. മറ്റേ ബ്രിട്ടീഷ് ഭരണകാലത്ത് പോലീസ് വന്നാൽ പേടി, മജിസ്ട്രേറ്റ് വന്നാൽ പേടി, മജിസ്ട്രേറ്റ് വന്ന ഉടനെ തൊഴിലാണ്. ഇന്നതൊന്നുമില്ല. ഇത് രണ്ടും എൻ്റെ ചെറുമകളുടെ മക്കളാണ്. ഇതെൻ്റെ ചെറുമകളുടെ മക്കളാണ്. തിരുവനന്തപുരത്താണ് താമസം. അച്ഛൻ പട്ടാളക്കാരനാണ്. പിന്നെ 2 പേരും ഡബ്ബിങ് ആർട്ടിസ്റ്റുകളാണ്. സിനിമയൊക്കെ ഡബ് ചെയ്തിട്ടുണ്ട്. ഇവരെൻ്റെ മോളെ മക്കളാണ്. മോള് കണ്ട അപ്പുറത്തോട്ട് പോയേക്കുന്ന ഇപ്പൊ സ്ഥലത്തില്ല. ഇത് പപ്പ എല്ലാ കാര്യങ്ങളും അറിയാമല്ലോ. ഇത് പപ്പായാണ്. പപ്പ അവർ 7 പേരുണ്ടായിരുന്നു. 6 പേരും മരിച്ചു. ഇനി പപ്പായേ ഉള്ളൂ. ഇപ്പോഴും പപ്പയുടെ കാര്യങ്ങളെല്ലാം തനിയെ ചെയ്യുന്നുണ്ട്. ദൈവാനുഗ്രഹത്താൽ മറ്റാപത്തുകളൊന്നുമില്ല. ശ്വാസം മുട്ട മാത്രമേ ഉള്ളൂ. രോഗങ്ങളൊന്നുമില്ല. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ചേച്ചി വളരെ ഭംഗിയായിട്ട് നമ്മൾ ഇത് പര്യവസാനിച്ചിരിക്കുകയാണ്. ഈ ഒരു ഫാമിലിയെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായി നമുക്ക് കണ്ടുമുട്ടാം.